We are going to have a Christmas message, and the message will be by George Verghese. George, is George here? Right here. Okay, there he is. And so we're going to have the Christmas message by George Verghese. Greetings to you all. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. ക്രിസ്മസ് സീസൺ ആയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഏറ്റവും സന്തോഷകരമായി കൂടുന്ന ഒരു സീസണാണ് ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത്. The story of Christmas dates back to over 4,000 years. യേശുവിന്റെ ജനനം 4,000 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ചു. ആ ക്രിസ്മസ് സ്റ്റോറി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ വർഷവും ഇത് കേൾക്കുന്നതാണ്. യേശുവിന്റെ അമ്മ മറിയ, വിദ്വാൻമാര്, ആട്ടിടയന്മാര്, നാം ഇപ്പോൾ ഇവിടെ നേറ്റിവിറ്റി സീനിൽ അത് കംപ്ലീറ്റ് നാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ വർഷവും ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. സോ ജീസസ് വാസ് ബോൺ ഇൻ ബേത്ലഹേം. അവരെ താമസിക്കുവാൻ സ്ഥലമില്ലായ്കയാൽ ഒരു മേജർ കണ്ടെത്തി ആടുകൾക്കും പശുക്കൾക്കും വസിക്കുന്ന ആ സ്ഥലത്ത്, ആ പുൽത്തൊഴുത്ത് ആണ് യേശുവിന്റെ ജനനം നടന്നത്. എന്നാൽ അതിനുശേഷം സ്ഥലമുണ്ടായി. വിദ്വാൻമാര്, ആട്ടിടയന്മാരെല്ലാം വരുമ്പോൾ യേശു വേറൊരു സ്ഥലത്തായിരുന്നു, ആ ജനിച്ച സ്ഥലത്തല്ലായിരുന്നു. യേശുവിന്റെ ജനനത്തിൽ ആട്ടിടയർ വന്ന് നാം കണ്ടു, വിദ്വാൻമാർ വന്ന് നാം കണ്ടു. അതുപോലെ യേശുവിന്റെ ജനനത്തിൽ ഒരു നക്ഷത്രം, ഒരു ദിവ്യ നക്ഷത്രം ഉദിച്ചതായി നാം കാണുന്നുണ്ട്. ഈ ദിവ്യ നക്ഷത്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വിദ്വാൻമാർ യെരുശലേമിലേക്ക് കടന്നു വന്ന് യേശുവിനെ നമസ്കരിക്കുന്നത്. പൊന്ന്, മൂര്, കുന്തിരിക്കം, ഈ 3 കാഴ്ച വസ്തുക്കൾ അവർ യേശുവിന് നൽകി. എന്നാൽ ഈ പൊന്ന് അതിനുശേഷം ഉള്ള യാത്രയിൽ, മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കിൽ ഉള്ള ചെലവിന് യേശുവിന് ആ വകയായി തീർന്നു. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും സാന്റാക്ലോസിനെ അറിയാം. കിഡ്സ് ഓൾ ലവ് സാന്റാക്ലോസ് because Santa Claus give lot of presents to kids. That's why kids and everybody love gifts. Especially the kids love Santa Claus because they get plenty of gifts. So Santa Claus, from where Santa Claus? He is not from North Pole. He is from northern Turkey. Santa Claus പറയുന്നത് സെയിന്റ് നിക്കോളാസ് 3-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റേൺ ടർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു സാന്റാ ക്ലോസ്. വളരെയധികം പണമുണ്ടായിരുന്ന ഒരു ഭവനത്തിലാണ് സാന്റാ ക്ലോസ് ജനിച്ചത്. തന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ സ്വത്ത് മുഴുവനും സാന്റാ ക്ലോസിന് ലഭിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ആ പണക്കാരനായ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനാണ്. സോ ദിസ് സെയിന്റ് നിക്കോളാസ് തന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ വേണ്ടി തന്റെ സ്വത്തുക്കൾ മുഴുവനും വിറ്റ് പാവങ്ങൾക്ക്, ദരിദ്രർക്ക് കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ സാന്റാ ക്ലോസ് അവിടെയെല്ലാം പ്രസിദ്ധനായി തീർന്നു. സാന്റാ ക്ലോസിന്റെ ലൈഫ് സ്റ്റോറിയിൽ സ്പെഷ്യലി പറയുന്നത്, his reputation for gift giving comes partly from a story of 3 young women who were too poor to afford a dowry for their marriages. As each reached a marriageable age, Nicholas threw a bag of gold into
the house in the night. Through അവരുടെ വിൻഡോയിൽ കൂടി സാന്റക്ലോസ് ഒരു ബാഗ് ഗോൾഡ് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് 2 ഡോട്ടേഴ്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം but some version of legend says that Gail's father, trying to discover the benefactor, kept watching on 3rd occasion, but Nicholas broke the 3rd bag down the chimney instead. That's why now we are getting kids getting the gift through stockings and the chimneys. All 3 daughters married because 3 bags of gold, all 3 of them because otherwise they go to slavery because they don't have any money, they are too poor. So the 3rd time Nicholas begged him to keep. The father found Saint Nicholas is the one who is giving the dowry for them. So Saint Nicholas begged to the father, keep that a secret, don't tell anybody. But of course the news get out. After he died, people in the region continued to give the poor, and such gifts were still often attributed to Saint Nicholas. ഇതാണ് സാന്റക്ലോസിന്റെ സ്റ്റോറി എന്ന് നാം പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കിങ് ഹെറോദ്, വിദ്വാൻമാർ കിങ് ഹെറോദിന്റെ അടുത്ത് എന്നു യഹൂദന്മാരായ രാജാവായി ജനിച്ചും എവിടെയെന്ന്. കിങ് ഹെറോദ് പറഞ്ഞു, എനിക്കും ആ കുഞ്ഞിനെ കാണണം, വണങ്ങണമെന്ന്. എന്നാൽ കിങ് ഹെറോദ് ഒരു പ്രിറ്റൻഡർ ആയിരുന്നു. അവൻ വളരെ ഹാപ്പിയാണ്. കിങ് ആ കുഞ്ഞിന്റെ ജനനത്തിൽ അവൻ വളരെയധികം സന്തോഷിക്കുന്നുവെന്ന് he was a hypocrite. But King Herod wanted to kill this baby. King Herod എന്ന് പറയുന്നയാള് അവിടുത്തെ രാജാവായിരുന്നയാളാണ്. എന്നാൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ചാണ് വിദ്വാൻമാരും ആട്ടിടയന്മാരും ഏഞ്ചൽസും എല്ലാം കടന്നു വന്നത്. എന്നാൽ ഈ ഹെറോദ് എന്താണ് ചെയ്തത്? 2 years പ്രായമുള്ള സകല കുഞ്ഞുങ്ങളെയും അവൻ കൊല്ലുകയാണ് ചെയ്തത്. യേശുവിന്റെ ജനനസമയത്ത്, സന്തോഷത്തിന്റെ സമയത്ത് അനേക കുടുംബങ്ങളിൽ സന്താപം വിതറി. What happened to this King Herod? ഈ കിങ് ഹെറോദ് തന്റെ സ്വന്തം സഹോദരന്മാരെയും മാതാവിനെയും സകലരെയും താൻ നിഷ്കരണം കൊല്ലുകയുണ്ടായി. എന്നാൽ ഇതത്രമാത്രം കുഞ്ഞുങ്ങളെ വധിച്ച കിങ് ഹെറോദിന്റെ അന്ത്യം വളരെയധികം ദുഃഖകരമായി, ആർക്കും വേണ്ടാത്തവനായി തന്റെ മരണത്തോട് താൻ എടുത്തു. അപ്പോൾ ഈ നിഷ്ഠൂരനായ കിങ് ഹെറോദ് ചെയ്തത് എന്താണ്? അവിടെയുള്ള സകല അഫ്ലുവന്റ് വീടുകളിൽ നിന്നും അവരെ യഹൂദന്മാരെ പിടിച്ച് ഒരു സ്ഥലത്ത് ഹിപ്പഡ്രോമിലാക്കി. താൻ മരിക്കുമ്പോൾ ഇവരെയും കൊല്ലണം. അങ്ങനെ വരുമ്പോൾ എന്റെ മരണത്തെങ്കിൽ ആരും സന്തോഷിക്കുകയില്ല, എല്ലാ വീടുകളിൽ നിന്നും വിലാപ ശബ്ദം ഉണ്ടാകും. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരി ശലോമി തന്നെ ഇത് കണ്ടുപിടിക്കുകയും കിങ് ഹെറോദിന്റെ മരണസമയത്ത് ആ പ്ലാനും പദ്ധതിയും നടക്കുവാൻ കഴിയാതെ പോയി. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, this is Christmas time. We are exchanging gifts every year. But this year, when you are buying gifts for your children, buy some gift for look into your neighbor's house or go to downtown. You can see some poor kids, they can afford the gift. So, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് ഒന്നുകിൽ പൂറായിട്ടുള്ള നിങ്ങളുടെ നെയ്ബറിന്റെയോ അല്ലെങ്കിൽ ഡൗൺ ടൗണിലെയോ നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, അനേകർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്മസ് ടൈമിൽ ഗിഫ്റ്റുകൾ സ്വീകരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. എങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം God so loved the world. That's why he gave his only begotten son to the world. That's why we are celebrating Christmas every year. So ഇന്ന് നമുക്ക് തീരുമാനമെടുത്ത് കടന്നു പോകാം. ഈ ഹെറോദിനെ പോലെ നിഷ്ഠൂരനായിട്ടല്ല, സെയിന്റ് നിക്കോളോസിനെ പോലെ. സെയിന്റ് നിക്കോളോസ് ഇന്ന് സാന്റാക്ലോസായി സകല കുട്ടികളുടെയും ലോകമെമ്പാടും അവൻ അങ്ങേരെ അദ്ദേഹം ചെയ്ത അന്നത്തെ ആ പ്രവൃത്തികൾ ആദരിക്കപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ ഈ അല്പസമയത്തെ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെ കുറിച്ച് എന്താണ് മറ്റുള്ളവർക്ക് ഓർക്കുവാനുള്ളത്? അവരുടെ സ്വത്തുകളെല്ലാം തനിക്കും തന്നെ മക്കൾക്കും വേണ്ടി മാത്രമാണോ, അതോ മറ്റുള്ളവർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവനാണോ? നമ്മുടെ മലയാളികൾ വളരെ ഉദാരമായി സംഭാവന ചെയ്യുന്നവരാണ്, വളരെ ഉദാരമായി മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവരാണ്. ഈ സന്തോഷ സമയത്ത്
ഈ ക്രിസ്തുമസ് മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു ലൈറ്റായി തീരുവാൻ, ഒരു സന്തോഷമായി തീരുവാൻ നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ സ്നേഹം കൊണ്ടും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നാം ഒരു തീരുമാനം എടുത്ത് കടന്നു പോവുക. അഗസ്റ്റായിലുള്ള എല്ലാ മലയാളികൾക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അതുപോലെ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.